ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഹണി റോസ് കുറച്ച് കാലമായിട്ട് ഹണി റോസിന്റെ ആവിയാനൊക്കെ ഒന്നുമില്ല. സാധാരണഗതിയിലായിരുന്നെങ്കിൽ, അതായത് ഈ ഒരു വിവാദത്തിന് മുമ്പായിരുന്നെങ്കിൽ മിനിമം ഒരു 3-4 ഉദ്ഘാടനം കഴിയേണ്ട സമയം കഴിഞ്ഞു. ഇനി ഉദ്ഘാടനം നടക്കുന്നതാണോ, നമ്മൾ അറിയാത്തതാണോ, അതീവ രഹസ്യമായിട്ട് എവിടെയെങ്കിലും വെച്ച് ഉദ്ഘാടനം നടത്തുന്നുണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എനിവേ ഉദ്ഘാടനങ്ങളൊന്നും അങ്ങോട്ട് കാണുന്നില്ല. സിനിമ ഇതേപോലെ ഇറങ്ങുന്ന മട്ടില്ല. ഇതിനെല്ലാം കാരണം ഹണി റോസിന്റെ കുറച്ച് എടുത്തുകാട്ടം തന്നെയാണ്. ഹണി റോസ് വേണ്ട രീതിയിൽ ആ ഒരു വിഷയം കൈകാര്യം ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവം. എനിവേ ഹണി റോസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അതായത് ഈ ഒരു അവസ്ഥയിൽ സപ്പോർട്ട് ചെയ്യാൻ ഈ പറഞ്ഞ മാപ്രകളോ ഈ പറഞ്ഞ നിയമപാലകരോ ഒന്നുമില്ല. ഇത്തരം അവസ്ഥകളിൽ ജനപിന്തുണ തന്നെയാണ് വേണ്ടത്. അത് കൈമോശം വന്ന ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു യുവനടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. അതായത് ഇന്നലെ നിങ്ങളെല്ലാവരും കണ്ട ഒരു ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂ നമുക്ക് ആദ്യം കാണുമ്പോഴത്തേന് പ്രത്യക്ഷത്തിൽ നമുക്ക് ഹണി റോസിനെ വിമർശിക്കാൻ വന്ന ആളാണോ എന്ന് തോന്നിപ്പോവും. ആക്ച്വലി എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് ഹണി റോസ് തന്നെ ഒരു പക്ഷേ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിട്ട ഒരു സ്ത്രീയാണ് ഇവരെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇവർ ഇതിനു മുമ്പും ചില സ്റ്റേറ്റ്മെന്റുകൾ, ഇവരുടെ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ വലിയ വൈറലാവാറുണ്ട്, വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടാറുണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ തനിക്കൊരു സപ്പോർട്ട് തരികയാണെങ്കിൽ വലിയ ഗുണകരമാവുമെന്ന് ഹണി റോസ് തന്നെ പറഞ്ഞ് അയച്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിവേ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്താണ് ആക്ച്വലി ഈ ഒരു ഇന്റർവ്യൂവിൽ ഇവർ സംസാരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ ബലത്തിൽ ഹണി റോസിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഇവർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇവരോട് എനിക്ക് വലിയൊരു ആരാധനയുള്ള നടിയാണ്. ആക്ച്വലി ഇവരുടെ സിനിമയോ സീരിയലോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ പ്രമുഖ നടി ഏതിലൊക്കെ അഭിനയിച്ചെന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇവരോടൊരു ആരാധന തോന്നാനുള്ള കാരണം ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അത് തോന്നിയിരിക്കാം. അത് പറഞ്ഞതിന് ശേഷം നമുക്ക് യഥാർത്ഥ വീഡിയോയിലോട്ട് പോകാം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഈ JB ജംഗ്ഷൻ എന്ന് പറയുന്ന ജോൺ ബ്രിട്ടാസിന്റെ പരിപാടിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. അമ്പിളി ദേവിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട ആദിത്യ എന്ന് പറയുന്ന ഒരു സീരിയലിൽ ഒരു കല്യാണരാമനെ പോലെ നടക്കുന്ന ഒരു വ്യക്തി ഈ അമ്പിളി ദേവി കല്യാണം കഴിച്ചപ്പോൾ അവർ അന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, സ്നേഹത്തൂവൽ എന്ന സീരിയലിൽ നിങ്ങൾ രണ്ടുപേരുടെയും അമ്മ ഞാനായിരുന്നു. 500-ന് മേലെ എപ്പിസോഡ് പോയി. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ആഘോഷിച്ച ഒരു ലൊക്കേഷൻ. പക്ഷേ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ രണ്ടുപേരുടെയും മാനസികമായിട്ടുള്ള ഐക്യം ഞങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഇതിനിടയിൽ രണ്ടുപേരും വേറെ രണ്ടുപേരെ കല്യാണം കഴിച്ചു. ഇപ്പോൾ ലോവലിന് അമ്പിളി വേണ്ടാന്ന് വെച്ചപ്പോഴും ആദിത്യൻ അമ്പിളിയെ സ്വീകരിച്ചപ്പോഴും വീണ്ടും ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ്. ഇനി ഭാവിയിൽ സിനിമ സീരിയൽ ലോകത്ത് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഇനിയൊരു 3ാമത് കല്യാണം നിങ്ങൾ രണ്ടുപേരും ചെയ്യരുത്. ജീവിതത്തിൽ തീർച്ചയായിട്ടും അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് അത്യാവശ്യ ഘടകമാണ്. ഈ ഒരു ഇന്റർവ്യൂ വലിയൊരു വൈറലായ ഒരു ഇന്റർവ്യൂ ആണ്. അതായത് ഈ ഒരു ഇന്റർവ്യൂവിലെ ഏറ്റവും പ്രധാന ഒരു ഹൈലൈറ്റ് ഇവരുടെ ഈ ഒരു ചോദ്യം തന്നെയായിരുന്നു. അവർ അന്നത് പറഞ്ഞപ്പോൾ ആദിത്യ എന്ന് പറയുന്ന ഈ പ്രമുഖ സീരിയൽ താരം അവരെ ഒരുപാട് ശകാരിക്കുകയും ദേഷ്യപ്പെടുകയും വയലന്റ് ആവുകയും ഒക്കെ ചെയ്തു. ജോൺ ബ്രിട്ടാസ് അടക്കം അവരെ പുച്ഛിക്കുകയും അവഹേളിക്കുകയൊക്കെ ചെയ്തു. സാർ, എനിക്ക് എൻ്റെ ഭാര്യ ആയ പെൺകുട്ടിയെ അഭിനയിക്കാൻ കൊണ്ടുപോയി അഭിനയിപ്പിച്ചത് ഈ സ്ത്രീയാണ്. എനിക്ക് ഇവിടുന്ന് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരെന്തൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞൊന്നും എനിക്കിപ്പോൾ ഇവിടെ ഇത്രയും നല്ലത് പറഞ്ഞപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവരെ ചേച്ചി എനിക്ക് രോമാഞ്ചം വരാം ഇല്ല. കഴിഞ്ഞ 2009 മുതൽ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു വൃത്തികെട്ട മുഖമാണ് ഇവർക്ക്. അമ്പിളിക്ക് പേടിയാണ്, ഞാൻ പേടിക്കത്തില്ല. ഞാൻ 2 വർഷമായിട്ട് ഞാൻ ഒരു ഡയറക്ടേഴ്സിനെ വിളിക്കാറില്ലല്ലോ. ഞാൻ ഇത്രയും വർഷം ഇവിടെ വന്ന് ആശംസ പറഞ്ഞ എന്താ ആശംസ? ഇതിനൊക്കെ റീത്ത് വെച്ചാ പോരെ അവര് പറഞ്ഞ എന്തുവായിരുന്നു? അവരുടെ ഉള്ളിലെ നെഗറ്റീവാണ്. 3ാമതൊരു വളരെ വൈകാരികമായി ഈ ഒരു വിഷയത്തിൽ ആദിത്യം പ്രതികരിച്ചു. അതുപോലെ തന്നെ ഇത് കണ്ട പ്രേക്ഷകർ വന്ന് ഒരുപാട് പേര് പ്രതികരിച്ചു. എന്താണ് ഈ സ്ത്രീക്ക് പ്രാന്താണോ, ഈ സ്ത്രീ എന്തിനാണ് ഇങ്ങനൊരു ശുഭമുഹൂർത്തത്തിൽ ഇത്തരമൊരു വാക്ക് പറഞ്ഞെന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേര് ഈ ജീജ സുരേന്ദ്രനെ ശകാരിച്ചു. എന്നാൽ അതിനുശേഷം പിൽക്കാലത്ത് നമ്മൾ കണ്ടത് ജീജ സുരേന്ദ്രന്റെ വാക്കുകൾ അനർത്ഥമാക്കുന്ന രീതിയിൽ ഈ പറഞ്ഞ ആദിത്യം എന്ന് പറയുന്ന പ്രമുഖ നടനാൽ വീർപ്പ് മുട്ടുന്ന അമ്പിളി ദേവിയുടെ ജീവിതത്തിൽ ഇതുപോലൊരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു അവസ്ഥയിലേക്ക് അമ്പിളി ദേവിയെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഒറ്റ ഇന്റർവ്യൂ കൊണ്ട് തന്നെ, ഈ ഒരു ഒറ്റ വിഷയം കൊണ്ട് തന്നെ, ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ ഞാൻ ഇവരുടെ ആരാധകയായി മാറി. കാരണം അവർക്ക് കറക്റ്റായിട്ട് ഓരോരുത്തരുടെയും ജീവിതം കണ്ട് മനസ്സിലാക്കി പറയാനറിയാം. അത് അക്ഷരം പ്രതി ശരിയാവുകയും ചെയ്തു. എനിവേ ഇത്തവണ ഈ ഒരു യുവനടിയുടെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്, ആരെയും ഞെട്ടിക്കുന്നതാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഹണി റോസിൻ്റെത് ഓവർ സെക്സി തന്നെയാണ്, അവരുടെ ബോഡി അങ്ങനെ തന്നെയാണ്. അത് കണ്ട് എല്ലാവർക്കും ഓവർ ടെംപ്റ്റേഷൻ വരുന്നതിൽ ആ കുട്ടി തെറ്റുകാരിയൊന്നുമല്ല. കണ്ട് ആസ്വദിക്കുക പോവുക. പിന്നെ ഓൺലൈനുകാർ ഇത് ചുമ്മാ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു ഭാഗമായി വിനോദ് എന്നോട് ചോദിക്കുന്നു. ഇതിനപ്പുറത്ത് വേറെ ഒന്നും അതിലില്ല.
ഓക്കെ, അപ്പോൾ അത് ഇത് തന്നെയാണ് രാഹുൽ ഈശ്വറും മെജോറിറ്റി ആളുകളും പറയാൻ ആഗ്രഹിച്ചത്. ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യാനാണ് ആന്റി വന്നതെങ്കിൽ പറഞ്ഞു വെച്ചപ്പോൾ ഹണി റോസിന് ഏറ്റവും വലിയ ദ്രോഹമായിപ്പോയി. ഹണി റോസും അവരുടെ കൂട്ടാളികളും മാപ്രകളും പറഞ്ഞുകൊണ്ടിരുന്നത് ഹണി റോസിന്റെ ഉദ്ഘാടനത്തിന് വരുന്ന ആളുകൾ മൊത്തവും അവരുടെ സിനിമ കണ്ട് ആരാധന തോന്നിയ അവരുടെ ചങ്കുകളാണെന്നാണ് പറഞ്ഞത്. ആക്ച്വലി ആ ഒരു സത്യാവസ്ഥ ഈ ജീജ സുരേന്ദ്രൻ ഈ ഒരു ഇന്റർവ്യൂവിൽ തുറന്നു പറഞ്ഞ് ഹണി റോസിന് വലിയൊരു ഉപകാരം ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ ഇനി ഈ മാപ്രകൾക്കൊന്നും സംശയത്തിന്റെ ആവശ്യമില്ല. ഹണി റോസിന്റെ ഉദ്ഘാടനത്തിന് വരുന്നവരെല്ലാം ഞരമ്പ് രോഗികളാണ്. അവർ ഈ പറഞ്ഞ സെക്സി ബോഡി കാണാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. അവിടെ വരുന്ന ഈ പറഞ്ഞ സ്ത്രീകളോ സ്കൂൾ കുട്ടികളോ ഈ പറഞ്ഞ സാധാരണക്കാരല്ല, വരുന്നത് മുഴുവൻ ഞരമ്പ് രോഗികളാണ്. അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം ഈ പ്രമുഖ നടി തന്നെ പറയുന്നുണ്ട്. ഹണി റോസിന് വലിയ ഉപകാരമാണ് ചെയ്തിരിക്കുന്നത് ആണല്ലോ. അപ്പൊ പിന്നെ ജീജ സുരേന്ദ്രൻ അത് പറയാൻ മാത്രം ഏബിൾ അല്ല. എൻ്റെ മോളല്ല ആ കുട്ടി. ഇപ്പം എൻ്റെ മോളാണെങ്കിൽ ഞാൻ പറയും, മോളെ ഈ വേഷത്തിൽ പോകണ്ട, ഈ ലക്ഷ്യങ്ങൾ നമുക്ക് വേണ്ട, നമുക്ക് സാരിയും ബ്ലൗസോ അല്ലെ വേറെ എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെയുള്ള കാശ് ഉണ്ടാക്കിയാൽ മതി എന്ന് ഞാൻ പറയും. അമ്മയായിരുന്നെങ്കിൽ പറഞ്ഞാൽ, ഹണി റോസിന്റെ അമ്മയായിരുന്നെങ്കിൽ ചേച്ചി പറഞ്ഞു. എൻ്റെ മോളാണെങ്കിൽ ഞാൻ പറയും, മോളെ ഇത്തരത്തിലേക്കുള്ള കാശ് നമുക്ക് വേണ്ട, മോള് സെലിബ്രിറ്റിയാണ്, അഭിനയിക്കണം, അതാണ്. പക്ഷെ ഈ ടൈപ്പ് ഓഫ് വേണ്ട. പക്ഷെ ആ ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇട്ടിട്ട് പോയി കാശുകൾ ഉണ്ടാക്കി അവളുടെ അച്ഛനും അമ്മയുടെ അടുത്താണ് പോണത്, സ്വന്തം വീട്ടിലാണ് പോണത്. അതെന്ത് തരം നിലപാടാണെന്ന് എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ഈ ഒരു പ്രമുഖ യുവ നടിയായിട്ട്. അതായത് സ്വന്തം മോളാണെങ്കിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ മെജോറിറ്റി മലയാളി അമ്മമാരും ഹണി റോസിനെ എതിരിക്കുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റുമോ? കാരണം അവരുടെ സ്വന്തം മോളെന്ന് കരുതി ആയിരിക്കാം ഹണി റോസിനെ ഈ ഉപദേശം നടത്തുന്നത്. ജീജ സുരേന്ദ്രൻ സ്വന്തം മോളോട് ഈ രീതിയിലുള്ള കോപ്രായ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിന് പോയുള്ള പൈസ വേണ്ട എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മെജോറിറ്റി ആളുകളും ഹണി റോസിനോട് ഇത് പറയുന്നത്. അപ്പോൾ അവരെ നമ്മൾ ശകാരിക്കാൻ പാടുണ്ടോ? പിന്നെ ഇത്തരം ഡ്രസ്സുകളിട്ട് കാശുണ്ടാക്കി സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ് പോകുന്നതെന്ന് പറയുന്നത്. എന്നാൽ പിന്നെ ജീജ മാഡത്തിനും അത് തന്നെ ചെയ്താൽ പോരെ? മോളെ ഇതേപോലെ ഉദ്ഘാടനത്തിനൊക്കെ വിട്ടിട്ട് എൻ്റെ അടുത്ത് തന്നെ പൈസ കൊണ്ട് എത്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ക്ലിയർ ആയില്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെ ചെയ്താൽ പോരെ? അല്ല, നമ്മൾ ഔട്ട്സൈഡർ. എൻ്റെ മോളല്ലല്ലോ. ഇപ്പൊ എൻ്റെ മോളാണെങ്കിൽ പറയും, മോളെ ഇങ്ങനത്തെ കാശ് നമുക്ക് വേണ്ട. ഈ രാഹുൽ ഈശ്വർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഹണി റോസിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ മോശമാണ്, അത് ആണുങ്ങൾ വഴിതെറ്റിക്കുന്നതാണ്. ചേച്ചിയുടെ അഭിപ്രായം എന്തത്? അല്ല, ആണുങ്ങളെ അത് രാഹുൽ ഈശ്വറിന്റെ മൈൻഡായിരിക്കാം. മനസ്സിലായില്ലേ? അദ്ദേഹം ബ്രാഹ്മണാണല്ലോ, വെജിറ്റേറിയൻ കഴിക്കുന്ന മനുഷ്യനല്ലേ, അദ്ദേഹത്തിന്റെ മൈൻഡിൽ അതേ വരുന്നുണ്ടാവുള്ളൂ. അല്ലാതെ നോൺ വെജ് കഴിക്കുന്ന ആളുകൾക്ക്, വേറെ ടെംപ്റ്റേഷനുള്ള ആളുകൾക്ക് അത് സന്തോഷമായിരിക്കാം. നമ്മൾ എന്തിനാ അതിനൊക്കെ പോണത്? അത് കണ്ട് ആസ്വദിക്കുന്നവർ ലോകത്തുണ്ടാകാം, ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഇനി അങ്ങോട്ട് ഹണി റോസിന്റെ ഉദ്ഘാടനം ഉണ്ടെങ്കിൽ ഈ ഉദ്ഘാടനത്തിന് പോകുന്ന ആളുകൾ നോൺ വെജ് കഴിച്ച് പോകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ ഇവർ ഉദ്ഘാടനത്തിന് പോകുന്നതിന് മുമ്പ് ഈ കാണികളും അവിടെ വരുന്ന ഈ പറഞ്ഞ സംഘാടകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചെറിയൊരു ഒരാഴ്ചത്തെ വ്രതം വല്ലതും നോക്കി പോവുകയാണെങ്കിൽ ഏറെ ഉപകാരപ്പെടും. കാരണം ഈ പറയുന്ന നോൺ വെജ് കഴിക്കുന്ന ആളുകൾക്കാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് ഈ ശ്രീജ മാഡം പറയുന്നത്. നോൺ വെജ് കഴിച്ചിട്ട് ഹണി റോസിന്റെ ഉദ്ഘാടനത്തിന് പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. സോ തീർച്ചയായും എനിക്ക് വന്ന ഈ പഹയന്മാർ ചിക്കനും മട്ടനും ബീഫും ഒക്കെ ഞാൻ അറിഞ്ഞതിന് ശേഷം ഹണി റോസിനെ പോലുള്ള ആളുകളുടെ ഉദ്ഘാടനത്തിന് പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. സോ അത്തരം പ്രശ്നങ്ങൾ കഴിവതും ഒഴിവാക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ വ്രതം നോക്കാൻ പറ്റാത്ത ആളുകൾ ഈ പറഞ്ഞ വസ്ത്രധാരണത്തിൽ എന്തെങ്കിലും ഇരുമ്പിന്റെ വല്ല വസ്ത്രധാരണം നടത്തുവാണെങ്കിൽ അവർക്കത് ഉപകാരപ്പെട്ടേക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ആൾക്കാർക്ക് പുതിയൊരു അറിവ് തന്നെയാണ് ജീജ മാഡം കൊടുത്തിരിക്കുന്നത്. പിന്നെ രാഹുൽ ഈശ്വറിന്റെ കാര്യം പറയുന്നതുകൊണ്ട് അദ്ദേഹം വെജിറ്റേറിയൻ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരം ടെംപ്റ്റേഷൻ ഉണ്ടാവാത്തതെന്ന്. അങ്ങനെ ഈ വെജിറ്റേറിയനൊക്കെ കഴിച്ച് ഈ സാധനം ഒന്നും പൊങ്ങാത്തൊരു പഹയനാണ് ഈ രാഹുൽ ഈശ്വരെങ്കിൽ ഓന് 2 കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ധാരാളം ആളുകൾ ഈ വെജിറ്റേറിയൻ കഴിക്കുന്നവരുണ്ടല്ലോ. അവർക്ക് ഈ പറഞ്ഞ പ്രശ്നമൊന്നും ഇല്ലേ? മാഡത്തിന്റെ ഹസ്ബൻഡ് വെജിറ്റേറിയൻ ആണോ നോൺ വെജ് ആണോ എന്നറിഞ്ഞാൽ കൊള്ളാം. എനിവേ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യാനെത്തി ഹണി റോസിനെ കൂടുതൽ പ്രതിസന്ധിയിലോട്ട് തള്ളിയിടുന്ന ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് എനിക്ക് ഇതിനെ തോന്നിയത്. ഒരുപക്ഷെ ഹണി റോസ് തന്നെ ഒന്ന് ഇന്റർവ്യൂവിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പേഴ്സണലി ഇവരുടെയൊക്കെ സംഘടനയിൽപ്പെട്ട ആളല്ലേ, അതുകൊണ്ട് വിളിച്ച് പറഞ്ഞതാണ്. ഹണി റോസിനെ ഒരുപാട് രീതി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകൾ ഹണി റോസിന് തന്നെ പറയാവുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള ഉപദ്രവകാരികളായിട്ടുള്ള നടിമാരെ വിടാതിരിക്കാൻ ഹണി റോസ് തന്നെ ശ്രദ്ധിക്കാനാണ് എൻ്റെ ഒരു അപേക്ഷ. ഇവരിവിടെ പറഞ്ഞു വെക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈ പറഞ്ഞ നോൺ വെജ് കഴിക്കുന്ന ആളുകൾ ഉദ്ഘാടനത്തിന് പോകുന്ന ഞരമ്പ് രോഗികളാണ് ഹണി റോസിനെ അവഹേളിക്കാൻ നിൽക്കുന്നത്. ഈ പറഞ്ഞ ബോച്ച അടക്കമുള്ള ആളുകൾ നോൺ വെജ് കഴിക്കുന്നതുകൊണ്ടായിരിക്കാം ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഹണി റോസ് ഇടുന്ന ഡ്രസ്സ് അവർ പറയുന്ന ഡ്രസ്സാണ്. അതുകൊണ്ട് ഹണി റോസിനെ അതിൽ കുറ്റം പറയാൻ സാധിക്കത്തില്ല. അതായത് കുറച്ചുകാലം മുമ്പ് ഹണി റോസ് ഏതോ ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ വളരെ വ്യത്യസ്തമായ, സാധാരണഗതിയിൽ ആരും ഇടാത്തൊരു കോസ്റ്റ്യൂം ഇട്ടാണ് വന്നത്. പിന്നീടാണെന്ന് മനസ്സിലായത്. അതായത് ഹണി റോസ് തന്നെ പറഞ്ഞു അവിടെ ഒരു ജിമ്മിന്റെ ഇനാഗുറേഷൻ ആയിരുന്നു. അപ്പോൾ ജിം ആയതുകൊണ്ട് അത്തരം ഡ്രസ്സ് ധരിച്ചാണ് താൻ എത്തിയെന്നാണ് ഹണി റോസ് അതിന് ന്യായീകരണം പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാൻ അവർ പറഞ്ഞാണ്. അതുപോലെ തന്നെ ആ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന്
ആ ജിമ്മിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ ഒന്ന് പ്രവർത്തിപ്പിച്ച് ഉദ്ഘാടിക്കുമ്പോൾ അത് കാണാൻ വളരെ ഒരു മനോഹരമാണ്. എൻ്റെ ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത് ഈ ഹണി റോസും ഹന്നാരാജനും ഒക്കെ ഈ പറഞ്ഞ കണക്ക് വല്ല പബ്ലിക് ടോയ്ലറ്റിന്റെ അല്ലെങ്കിൽ വല്ല കുളിമുറിയുടെ എങ്ങനെ ഉദ്ഘാടനത്തിന് ഭാവിയിൽ ആരെങ്കിലും ക്ഷണിച്ചാലുണ്ടാകുന്ന അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊരവസ്ഥയായിരിക്കും അത്. എനിവേ, ജീജ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഈ ഒരു മാഡത്തിന്റെ ഈ ഒരു ഇന്റർവ്യൂ വളരെ വൈരുദ്ധ്യാത്മകമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു ഇന്റർവ്യൂ ഒരുപക്ഷെ നമ്മുടെ രാഹുൽ ഈശ്വർ കണ്ടിട്ടുണ്ടെങ്കിൽ, വെജിറ്റേറിയൻകാരനായതുകൊണ്ടാണ് ഹണി റോസിനെ ഇത്രയും അധികം വിമർശിക്കാൻ രാഹുൽ ഈശ്വർ തയ്യാറാവുന്നത് എന്നുള്ളതിന്റെ ഉത്തരം രാഹുൽ ഈശ്വർ തന്നെ തരുമെന്ന് പ്രതീക്ഷിക്കാം. എനിവേ, ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.